നമസ്കാരം സ്നേഹത്തുമ്പികളെ. ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ചു വന്ന വഴി ആ കഷായം ഗ്രീഷ്മയുടെ ഓർമ്മ വന്നു. അപ്പോൾ വിചാരിച്ചു കുറേ നാളുകൊണ്ട് ഇവളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല, ഇവളെ സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും വരുന്നില്ല. അപ്പോൾ ഏതായാലും ഇവളുടെ നാട് വരെ ചെന്ന് ഇവളുടെ ആ വീടിൻ്റെ അവസ്ഥ എന്താണ്, അതായത് പ്രാണന് തുല്യം സ്നേഹിച്ച ഒരുത്തനെ പലപ്പോഴായിട്ട് വിഷം കൊടുത്ത് കൊന്നതല്ലേ അവള്, അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അതുവരെ ഒന്ന് പോയി. അവളുടെ നാട്ടിലേക്ക് ചെന്നപ്പോഴേ ഓരോരുത്തരോടും ചോദിച്ചാണ് പോകുന്നത്. ഈ കഷായം ഗ്രീഷ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവളുടെ പേരിൻ്റെ ഇനിഷ്യലോട് ചേർത്ത് അവളെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു അവരുടെയൊക്കെ മുഖത്ത്, നാട്ടുകാരുടെ മുഖത്ത്. കഷായം ഗ്രീഷ്മയുടെ വീട് എവിടെ? ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ വീട് ഉള്ളോട്ട് പോയാൽ. ശരിയാണ്. അപ്പോൾ അവരൊക്കെ വഴി പറഞ്ഞു തന്നു. ഇങ്ങനെ ചോദിച്ചു പോകുന്ന വഴി ഷർട്ടൊന്നും ധരിക്കാത്ത ഒരു വൃദ്ധനെ കണ്ടു. അപ്പോൾ എല്ലാവരോടും ചോദിച്ചതുപോലെ ഇയാളോടും ഞാൻ ചോദിച്ചു, അണ്ണാ ഈ കഷായം ഗ്രീഷ്മയുടെ വീട് എവിടെയാണ്? അണ്ണാ പിന്നെ ഇവിടെ കഷായം ഗ്രീഷ്മയുടെ വീട് എവിടെയാണ്? അപ്പോൾ ഈ ഗ്രീഷ്മയുടെ വീട് ഒരു ബന്ധുവിന് ഇവർ വിറ്റു എന്നൊരു വിവരം എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ കാര്യം എന്താ? അല്ല, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിരുന്നു. എന്താ അറിയണ്ട? എന്താ ഇപ്പഴെന്താ കേസ്? നിങ്ങൾ ബന്ധുവാണോ? ബന്ധുവാണ്. അവരിപ്പം വീട് വിറ്റല്ലോ, ബന്ധുവാണോ വാങ്ങിച്ചേ? ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഈ മുട കണ്ടപ്പോഴേ, മുട എന്ന് വെച്ചാൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ, ഈ ഒരു അഹങ്കാരം ജാടയൊക്കെ കണ്ടപ്പോഴേ ഇവളുടെ ബന്ധുവാണോ എന്നൊരു സംശയം ഇല്ലാതില്ലായിരുന്നു. ചോദിച്ചു വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ആ വീട് വാങ്ങിയത്, ഞാൻ ബന്ധുവാ, എന്താ അറിയണ്ടേ? അപ്പോൾ പിന്നെ ഇങ്ങേരോട് കൂടുതൽ സംസാരിച്ചാൽ സീൻ കോൺട്രയാകും എന്നറിയാവുന്നത് കൊണ്ട് കൂടുതൽ സമയം അവിടെ നിന്നില്ല. കൂടുതൽ സമയം പുള്ളിയോട് സംസാരിച്ചിട്ട് അതിൽ കാര്യമുണ്ടെന്നും തോന്നിയില്ല. പിന്നെ അയൽവക്കക്കാരോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ ഈ കേസ് നടക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ബന്ധു എന്ന് പറയുന്നത് ഈ ഞാൻ സംസാരിച്ച പുള്ളി ഗ്രീഷ്മയുടെ അച്ഛൻ്റെ കൊച്ചച്ഛനാണ്. അപ്പോൾ പുള്ളിയും പുള്ളിയുടെ കുടുംബമൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. ആ സമയത്ത് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത് വിറ്റിട്ട് കേസ് നടത്താൻ പണം ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഈ നാട് വിട്ടു പോകണമല്ലോ. അതുകൊണ്ട് ചുളിവിൽ കിട്ടിയത് കൊണ്ട് ഇങ്ങേരെ എടുത്തതായിരിക്കണം. ഏതായാലും ഒരുത്തനെ കൊന്നവളുടെ വീട് വാങ്ങിക്കാൻ, ആ വീട് വാങ്ങിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബന്ധു തന്നെയായിരുന്നു ഇതിൽ. അഹങ്കാരത്തിൻ്റെയും മനുഷ്യരോട് പെരുമാറാൻ അറിയാത്തതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇവരെല്ലാം ഒരു ഗണത്തിൽ പെടുത്താം. ഏതായാലും അവിടെ നിന്ന് ഇനി ഷാരോണിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വീടൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് ഒന്ന് പുതുക്കിയിട്ടുള്ളത് പോലെ തോന്നി. അപ്പോഴേ മനസ്സിൽ വിചാരിച്ചു എന്തോ ഫംഗ്ഷനോ മറ്റോ ആണോ. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ സാധു മനുഷ്യൻ അവിടെയുണ്ട്. ഷാരോണിൻ്റെ അച്ഛനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മനസ്സൊക്കെ ശക്തമാകാൻ പ്രാർത്ഥിക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു വാർത്ത കണ്ടത് News 18 ചാനലിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്ക് സംഭവിച്ചു, ശരീരത്തിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെന്നൊക്കെ കണ്ടിരുന്നു. ഒന്നും മീഡിയയോട് സംസാരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. കാരണം അവരിനി എന്തു പറയാനാണ്, അവർക്ക് ഒന്നും പറയാനില്ല. ഈ കരച്ചിൽ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആ അമ്മയേക്കാൾ ഉപരി ഈ ഷാരോണിൻ്റെ മരണം ആഘാതമേൽപ്പിച്ചത് ആ അച്ഛനെ തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ് ഇവിടെ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ഷാരോണിൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹമാണ് നാളെ എന്ന് പറഞ്ഞു. അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നാണ്. ഇന്നലെയാണ് അവിടെ പോയത്. ഞാൻ ഒന്നിനും പറ്റില്ല. ഞാൻ ഇങ്ങനെ എനിക്ക് സുഖമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ ഉള്ളൂ. മാനസിക വിഷമമുണ്ട്. അത് പിന്നെ നമുക്ക് ഇല്ല, മാറത്തില്ല. ഏതായാലും എല്ലാം നല്ലതായിട്ട്, കല്യാണം എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ നാളെ മകൻ്റെ വിവാഹമാണ്. പക്ഷെ ഒരു വിവാഹ വീടിൻ്റെ യാതൊരു സന്തോഷമോ ബഹളങ്ങളോ ഒന്നുമില്ല, ഒരൊച്ച അനക്കം ഒന്നും അവിടെ കേൾക്കാനില്ല. അവരെല്ലാം വിഷമത്തിലാണ്. ഒരവസ്ഥ നേരിട്ട് കണ്ടത് തന്നെ നമ്മളെ വല്ലാതെ ബാധിച്ചു, വലിയ വിഷമമായിപ്പോയി. ആ ഷാരോണിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല ഷാരോണിൻ്റെ അമ്മ. ആ സ്ത്രീ ഇപ്പോൾ എന്തോ ഒരു ചെറിയ കടയിലോ മറ്റോ ജോലിക്ക് പോയാണ് ആ വീട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും മൂത്ത മകൻ പഠനമൊക്കെ പൂർത്തിയാക്കിയ ഒരു ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഷാരോണിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഷാരോണിൻ്റെ അച്ഛൻ ഇങ്ങനെ തൂണിലേക്ക് ചാരി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഭാഗികമായിട്ട് ശരീരം തളർന്ന അവസ്ഥയിലാണ്. കൈയൊക്കെ വിറയ്ക്കാനും കണ്ണൊക്കെ നിറയാനും ചുണ്ടൊക്കെ വിറയ്ക്കാനൊക്കെ തുടങ്ങി. അത് കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ടെൻഷനായി. അപ്പോൾ എന്നോട് പറഞ്ഞു, കൂടുതലൊന്നും നിങ്ങൾ ചോദിക്കരുത്, ചിലപ്പോൾ ഇമോഷണലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല, സ്ട്രോക്ക് വന്ന ആളാണ്, നാളെ ഒരു വിവാഹം നടക്കാൻ പോകുന്നു, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്കൊക്കെ മനുഷ്യത്വമില്ലേ, അപ്പോൾ ഇങ്ങനെ കുത്തി ചോദിച്ച് അവരെ വിഷമിപ്പിക്കാനൊന്നും പോയതല്ല, ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതിയും പോയതല്ല, അവരെ ഒന്ന് കാണണം, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് കരുതി പോയതാണ്. അപ്പോൾ കേസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, കേസിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല, അവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവനില്ലാത്ത വിഷമം, പ്രത്യേകിച്ച് മൂത്ത മകൻ്റെ വിവാഹ സമയത്ത് എല്ലാം ഉത്സാഹത്തോടു കൂടി മുന്നിൽ നിന്ന് ചെയ്യേണ്ട മകനല്ലേ,
അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനസ്സിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, രണ്ട് കുടുംബങ്ങളിലുള്ള മനുഷ്യരോടും നമ്മൾ സംസാരിച്ചപ്പോഴുള്ള ആ വ്യത്യാസം, രണ്ടിടത്തെയും വികാരങ്ങൾ എങ്ങനെയാണ്, രണ്ടിടത്തെയും ജീവിതം ഇപ്പോഴെങ്ങനെയാണ്, നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥയും നഷ്ടപ്പെടുത്തിയവളുടെ അവസ്ഥയും ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ്. ഒരിടത്ത് അവളാണെങ്കിൽ അവളുടെ ഭാവി, അതായത് ഇവളെ അറസ്റ്റ് ചെയ്ത സമയത്തും ഇവൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ പോലും ഇവൾ പറഞ്ഞത് എന്താണെങ്കിലും ജീവപര്യന്തമേ കിട്ടുകയുള്ളൂ, എനിക്കിപ്പോൾ 22 വയസ്സേ ഉള്ളൂ, 36 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങി ജീവിച്ചോളാം, കേരളത്തിൽ തന്നെ ജീവിക്കണമെന്നൊന്നും ഇല്ലല്ലോ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എവിടെയെങ്കിലും ചെന്ന് ഞാൻ ജീവിച്ചോളാം, അത്ര ഒരു നിസാര മനോഭാവമാണ്. ഇത്രയും നാൾ അവൻ്റെ പ്രാണനെ പോലെ പ്രണയിച്ചു അവളെ, ഷാരോണിൻ്റെ കാര്യമാണ് പറയുന്നത്. അവന് പല സമയത്തായിട്ട് ജ്യൂസിൽ വിഷം കലർത്തി കൊന്നുകളഞ്ഞവളാണ്. അവൾക്ക് എങ്ങനെ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോകാതെ ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നു എന്നത് തന്നെ നമുക്ക് അതിശയമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവളുടെ വീടും നാടും ഒക്കെ വിട്ട് അവരുടെ വീട്ടുകാർ സ്ഥലം മാറി, അവരുടെ മകളിനി ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവരിതൊക്കെ മറന്നു. പക്ഷേ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, അവൻ ഒരാൾ പോയതോടുകൂടി ആ കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷം, അവരുടെയൊന്നും മുഖത്ത് ഒരു വിവാഹം നടക്കാൻ പോകുന്നു, അതും അവരുടെ മകൻ്റെ തന്നെയാണ്, സന്തോഷത്തിൻ്റെ ലാഞ്ചനയില്ല. അവർക്ക് എങ്ങനെ പറ്റും? വലിയ വലിയ ദുഃഖമുണ്ട് ഇത് കണ്ടപ്പോൾ. നമ്മളെല്ലാവരും ഒരാളോടൊരു ദ്രോഹമോ ഒരു ക്രൂരതയോ എന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കുമ്പോൾ തന്നെ, നമ്മുടെ സാഹചര്യം കൊണ്ടാണെങ്കിലും നമ്മുടെ എന്ത് ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ചെയ്യാൻ ചിന്തിക്കുമ്പോൾ തന്നെ, ആ ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അയാളുടെ ജീവിതം, അയാളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവിതങ്ങൾ, അതൊക്കെ ഒന്നിച്ചാണ് തകർക്കാൻ പോകുന്നത്, അതിനെയൊക്കെ ഒന്നിച്ചാണ് നമ്മുടെ പ്രതികാരം ബാധിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം നമ്മളിൽ. ഏതായാലും ഇവരുടെ രണ്ടുപേരുടെയും വീടുകൾ, നാട് ഒന്നിച്ചൊരു ദിവസം സന്ദർശിക്കാൻ പറ്റിയതുകൊണ്ട് രണ്ടിനെയും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് വിലയിരുത്താൻ കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയുകയാണ്, ചിലർക്കെങ്കിലും തോന്നും എന്തിനാണ് അവിടെ ചെന്ന് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നത്, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവർക്കത് സങ്കടമല്ലേ എന്ന്. ഒരു കാരണവശാലും അതിന് പോയതല്ല. ഇപ്പോഴത്തെ അവരുടെ ജീവിതം എന്താണ്, അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, പിന്നെ അദ്ദേഹത്തിന് സുഖമില്ല എന്നൊക്കെ അറിഞ്ഞു, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ ഈ കഷായം ഗ്രീഷ്മയുടെ നാട്ടുകാർക്ക് അവളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്, അവരുടെ വല്ല വിവരമുണ്ടോ, ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്നറിയാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.